ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗളം ഇന്നലെ രാത്രി എന്നെ വിളിച്ച് ഇപ്പൊ അവൻ എന്നെ കൊല്ലുന്നാണ് പറയുന്നത്. ആ നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വേണ്ടെന്ന് ഞാൻ വെച്ചു. നമ്മളൊരാളിനെ വേദനിപ്പിക്കേണ്ട എനിക്ക് രാവിലെ എന്നെ കൊല്ലുന്നാണ് അവൻ പറഞ്ഞത്. അവൻ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 40 67 95 74 56. ഈ നമ്പർ തന്നെ. ഞാൻ എന്തെങ്കിലും ആരിനെ കൊണ്ട് തെറ്റ് ചെയ്യുമ്പോ രാവിലെ എന്നെ കൊല്ലുന്നാണ് അവൻ പറയുന്നത്. എനിക്ക് പോണ വഴിയിൽ എന്തെങ്കിലും ആകുമെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒന്നും കൂടെ പറയാം. 40 67 95 74 56. ഞാൻ പുറത്തിറങ്ങി നടക്കുക. ഞാൻ ആരിനും വേദനിപ്പിക്കാത്ത ആളല്ല. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗളം. ആ നനച്ച വണ്ടി നമുക്ക് കിട്ടാൻ പോവാണ്. ഇത് അവിടെ നിന്ന് വിളി വന്നതാ. ഇതാണ് കാറ്. മക്കളെ, നനച്ച വണ്ടി നമുക്ക് കിട്ടി. വിജയാണ്ണം വിളിച്ചു. ഐ എം വെയിറ്റിംഗ്. ഉണ്ണിക്കണ്ണൻ മംഗളുടെ അമ്മ. നനച്ച വണ്ടി നമുക്ക് കിട്ടി. നനച്ച വണ്ടിന്റെ അണ്ണനാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. വിജിലെ കപ്പ് മുഖ്യം. ചോറും തൊലിക്കുന്ന ഓലപ്പെരക്ക് കീഴെ ചുമരും ചാരിയിരിക്ക അളുകരുതുക്കല്ല വാളുക്ക്. ഒരു നേരത്തെ സാപ്പിടുമ്പോ ഊറുകായ അറുക്കല്, ഉപ്പിലിട്ട മാങ്ക അറുക്കല്, താജ് ഹോട്ടലിൽ സാപ്പിടുന്ന ആശപ്പെടണം. ആ നനച്ച വണ്ടി കിട്ടി. ഉമ്മ ഹായ്, ഉണ്ണിക്കണ്ണൻ മംഗളുടെ ആ നനച്ച വണ്ടി കൊണ്ടാണ് കേരളത്തിലേക്ക് വരുന്നത്. നനച്ച വണ്ടി നമുക്ക് കിട്ടി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉസ്പേത്തന അവർക്ക് ടൊമ്മണും കടുപ്പേത്തന കമ്മണിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോക. വിജയണ്ണം പറയുന്ന പോലെ നൻപി ഈസിയായി ജയിക്കുന്നത് വെട്ടിയല്ലേ. ഇത് ജയിക്കാൻ മുടിയത്തെ മുറിച്ചുകൊണ്ടത് വെട്ടിരുന്നേ. അപ്പൊ നനച്ച വണ്ടിയും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. വിജയക്കൊടി പാറിച്ചിട്ട് വരുന്നു. വിജയക്കൊടി പാറിച്ചിട്ട് നമ്മൾ വന്നിറങ്ങണ്. അപ്പോ വികിലേക്ക് അപ്പ് മുഖ്യം. ഇനി ഫോട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ്. ഉണ്ണിക്കണ്ണൻ മംഗളാവിന്റെ ഹൃദയം നിറഞ്ഞുമ്മ, വിജയണ്ണുമ്മ, മൻസൂറെ ഉമ്മ മുത്തേ, ചങ്ക ഉമ്മ മുത്തേ, ഉണ്ണിക്കണ്ണൻ. അപ്പൊ ഈ ഉണ്ണിക്കണ്ണൻ ഇപ്പതേ നമ്മുടെ വിജയ അണ്ണനെ കണ്ടു അല്ലെങ്കിൽ കണ്ടില്ല, കണ്ടോ എന്നൊക്കെ ഉള്ള പല രീതിക്കുള്ള സംശയങ്ങളും പലർക്കും ഉണ്ട്. അപ്പൊ ഈ ഒരു സംശയങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ എത്തണമെങ്കിൽ ഈ ഉണ്ണിക്കണ്ണൻ തന്നെ എന്തെങ്കിലും പറയണം ഇതിനെ പറ്റിയിട്ട്. ഞാൻ വിജയനെ കണ്ടു എന്നുള്ള രീതിക്ക് പറയണം. പക്ഷെ പുള്ളി അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി നനച്ച വണ്ടി കിട്ടിയില്ല എന്നുള്ള രീതിക്ക് മാത്രമാണ് പറയുന്നത്. പിന്നെ അതിനിടയിൽ കൂടെ ഒരുത്തം വന്നിട്ട് ഈ ഉണ്ണിക്കണ്ണനെ ഭീഷണിപ്പെടുത്തണൊക്കെ ഉണ്ടായി. അപ്പൊ അതിനെ പറ്റിയിട്ടും പുള്ളി ഒരു നമ്പറൊക്കെ പറഞ്ഞിട്ട് ഈ ഉണ്ണിക്കണ്ണന് വീഡിയോ ഇട്ടുണ്ടായി. നിങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിക്കണ്ണൻ ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടി പുള്ളി പോകുന്നത്. നമുക്ക് ചിലപ്പോൾ അത് അത്രയ്ക്ക് വിലയില്ലാത്തൊരു ആഗ്രഹമായിരിക്കാം. ഇതൊക്കെയാണ് ഒരുത്തിന്റെ ആഗ്രഹം. ഉണ്ണിക്കണ്ണൻ അത്ര ആഗ്രഹിച്ച് പറയണമെന്ന് പറഞ്ഞാൽ എന്താണ്, വിജയ് എന്ന് പറഞ്ഞ നടനെ ഒന്ന് കാണണം. അതാണ് പുള്ളിക്കാരൻ പറയുന്നത്. അല്ലാണ്ട് പുള്ളിക്ക് ഭയങ്കര മഹാ ആഗ്രഹങ്ങളൊന്നും അല്ല. ഈ ജസ്റ്റ് അവൻ നടനെ കാണണം എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു സിനിമാ നടനോടൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ആരാധനയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെ ആരെ ആരാധിക്കരുത് എന്ന് വിശ്വസിക്കുന്ന കാര്യം. അവരൊരു സിനിമാ നടനാണ്. പക്ഷേ ഉണ്ണിക്കണ്ണന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഉണ്ണിക്കണ്ണന്റെ ആരാധന തന്നെയാണ് ഈ പറഞ്ഞ വിജയ് എന്ന് പറഞ്ഞ നടനോട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കാണണമെന്ന് പുള്ളിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പുള്ളി കാൽനടയായിട്ട് പോണേണ്. അതൊക്കെ പുള്ളിയുടെ ഇഷ്ടം. പുള്ളിക്ക് സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പുള്ളി അത് ചെയ്യുന്നു. എന്നിട്ട് അത് കണ്ടിട്ട് അതിനെ കുറ്റം പറയാനൊക്കെ കുറെ എണ്ണമുണ്ട്. ഇപ്പൊ ഈ കുറ്റം പറയണമെന്ന് പറയുന്നതിന് പിന്നെയും കുഴപ്പമില്ല. കാര്യം നമുക്ക് ആർക്കായാലും തോന്നും എന്താണ് ഇത്ര ഇതൊക്കെ ആയിട്ട് പോകാനായിട്ട് എന്താണ് വിജയ് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ പുള്ളിക്ക് അത് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് പുള്ളി പോണ്. പിന്നെ ഈ തല്ലും കൊല്ലും എന്നൊക്കെ പറയാനായിട്ട് ഇവനൊക്കെ ഏതാണെന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഒരാളുടെ ഇഷ്ടത്തിന് വേണ്ടി അയാൾ പോകുമ്പോഴത്തേക്കും നിനക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇങ്ങനെ ഇതായിട്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിന് വേണ്ടി പ്രയത്നിക്കണം. അല്ലാണ്ട് വേറെ കണ്ടവനൊന്നും വന്നിട്ട് നമുക്ക് വേണ്ടി അത് ചെയ്തു തരാനൊന്നും പോകില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടെങ്കിലും അത് ആകെ കൂടെ ഒറ്റ ജീവിതമുള്ളൂടെ. അപ്പൊ ഇപ്പൊ ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ പുള്ളി എന്തായാലും പുള്ളി വിജയണ്ണനെ കണ്ടു എന്നുള്ള രീതിക്കൊക്കെയാണ്. അതിനകത്തൊക്കെ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഈ ഒരു ഫോട്ടോന്റെ കേസ്, ആ ഫോട്ടോ എന്ന് പറയുന്നത് അത് റിയൽ അല്ല, അതൊരു എഡിറ്റഡ് ആയിട്ടുള്ള ഫോട്ടോയാണ്. അപ്പൊ അത് മുൻപേ നമ്മുടെ ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറഞ്ഞ ചാനലിനകത്ത് പോയപ്പോഴത്തേക്ക് അവർ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തൊരു സംഭവമാണ്. അപ്പൊ ആ പുള്ളി അത് ജസ്റ്റ് ഫോട്ടോ എടുത്തിട്ട് ഈ ഉണ്ണിക്കണ്ണൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ടതാണ്. അതങ്ങനെ വിജയണ്ണനെ കണ്ടു എന്നുള്ള രീതിക്ക് അത് കിടന്ന് കറങ്ങാൻ തുടങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് അത്ര ഇതിനകത്തൊക്കെ പറയാനുള്ളൂ. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ള വീഡിയോയുടെ കമന്റ് പോയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. വീഡിയോ കാണുന്നതിന് ബിസി.